ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭിനവ്യയെ ഒന്ന് സോപ്പിടാൻ വേണ്ടി വിഷുവിൻ്റെ ഗിഫ്റ്റാന്ന് പറഞ്ഞ് ഒരു മോതിരമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം നവിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. എന്നാലും പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, നീ എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയും. അത് സാരമില്ല, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരാമെന്നൊക്കെ പറയും. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത്. സ്വർണ്ണത്തെയൊക്കെ സ്നേഹിച്ചിരുന്ന ആ നവ്യ ഇപ്പം മരിച്ചുപോയി, ഇപ്പം എന്നെ സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ മാത്രമാണ് ഞാൻ എന്നൊക്കെ പറയും. അതെനിക്ക് മനസ്സിലായി നവ്യെ, നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് വല്ലാതെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. നീ ചുമ്മാ ആവശ്യമില്ലാത്ത നുണയൊന്നും എന്നോട് പറയേണ്ടെന്ന് നവ്യ പറയുന്നുണ്ട്. അതല്ല, ഇപ്പോൾ എനിക്കങ്ങ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരും, നീ ഇല്ലല്ലോ എന്നോർത്തിട്ട് എന്ന് പറയും. ഇനിയിപ്പം നീ വന്നു കഴിയും വേണോ ഒരു സന്തോഷമാകാൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് നവ്യ പറയുന്നുണ്ട്, ഇനി ഞാൻ അങ്ങോട്ട് വരുമ്പോഴേ ഞാൻ മാത്രമല്ല വരുന്നത്, നമ്മുടെ കുഞ്ഞും കൂടെ കൂടിയാണ് വരുന്നത് പറയും. പിന്നെ ആ മുറി മൊത്തം ബഹളമായിരിക്കുമല്ലോ എന്നൊക്കെ നവ്യ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്. അപ്പം നവ്യ പറയും, അത് ശരിയാ, കുഞ്ഞും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ ബന്ധം തന്നെ ഒരു വേറൊരു ലെവലായി മാറും എന്നൊക്കെ പറയും. എന്തായാലും നിനക്ക് ഈ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ അറിയാതെ ഞാൻ വന്നെന്നൊക്കെ പറയും. അന്നേരത്തേന് അഭിയോട് നവ്യ പറയുന്നുണ്ട്, അതെന്തിനാ അമ്മ ഇതൊക്കെ തിരക്കുന്നത്, അമ്മയ്ക്ക് അമ്മയുടെ കാര്യമൊക്കെ നോക്കിയിരുന്നാൽ പോരെ, മകൻ മരുമോളെ സ്നേഹിക്കുന്നുണ്ടോ, പോയി കാണുന്നുണ്ടോ എന്ന് ഇതിനകത്തൊക്കെ അഭിപ്രായം പറയാനായിട്ട് അമ്മായിമ്മമാർക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ നവ്യ ചോദിക്കും. അതിപ്പോൾ എന്തായാലും വിട്, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അതൊന്നും പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കണ്ട എന്നൊക്കെ അഭി പറയുന്നുണ്ട്. എന്തായാലും നീ വന്നതല്ലേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നീ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളല്ലോ, അതുകൊണ്ട് ഈ പ്രാവശ്യം നീ കഴിച്ചേച്ച് പോയാൽ മതി എന്ന് പറയും. എന്താ അതുപോലൊക്കെ വല്ലതൊക്കെ വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഭി. അതല്ല, നീ എന്തായാലും കഴിച്ചേച്ച് മാത്രമേ പോകാവുള്ളൂ, ഞാൻ എല്ലാം എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് അഭിയുടെ അടുത്തുനിന്ന് നവ്യ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അഭി മനസ്സിലോർക്കുന്നുണ്ട്, എൻ്റെ രക്തം ഊറ്റി കുടിക്കാനായിട്ട് ഒരു യക്ഷി വന്നത് കാരണം മാത്രമാണ് ഞാൻ ഇവളെ ഇപ്പോൾ സ്നേഹിക്കേണ്ടി വരുന്നത്, എൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ. ദേവയാനിയും നയനയും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേന് വണ്ടിയിലിരുന്ന് നയന പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും അഭി നവ്യയുടെ അടുത്ത് വരുന്നൊക്കെയുണ്ട്, ഭയങ്കര സ്നേഹത്തിലൊക്കെ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയും. അപ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, അവനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല, അവനും അവൻ്റെ അമ്മയും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് എല്ലാവരോടും കൂട്ട് ചേർന്ന് നിൽക്കുന്നത്, അല്ലാതെ മനസ്സിൽ തട്ടിയുള്ള സ്നേഹമൊന്നും രണ്ടു പേർക്കും ഇല്ലെന്ന് പറയും. അത് ശരിയാ, എന്തായാലും ഇതുപോലൊക്കെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു, നവ്യേച്ചിക്ക് ഒരു സന്തോഷമൊക്കെ ആകുമായിരുന്നല്ലോ എന്നൊക്കെ നയനയും പറയും. നയന ദേവയാനിയോട് പറയുന്നുണ്ട്, എന്തായാലും വിഷു പ്രമാണിച്ച് അമ്മ അനാമികയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ, അത് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയും. അതെന്താ അവൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത്, മോക്ക് ഒന്നും വേണ്ടെന്ന് ചോദിക്കും. എനിക്കുള്ളതെല്ലാം എൻ്റെ അമ്മ തരുമല്ലോ, ഇപ്പം തന്നെ ഒരുപാട് തന്നു കഴിഞ്ഞ്, അത് കാരണം ഇനി എനിക്ക് ഒന്നും വേണ്ടമ്മേന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് അങ്ങ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മരുമോളെ ഓർത്ത്. മുത്തച്ഛനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അഭിയാണെങ്കിൽ ഇപ്പം നവ്യയുടെ അടുത്ത് ചെല്ലുകയും സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, ഉള്ളതാണോ എന്നൊന്നും അറിയില്ല. മുത്തശ്ശൻ്റെ വഴക്ക് കേട്ടിട്ടാണോ അവൻ തിരുത്താൻ തീരുമാനിച്ചെന്ന് അറിയാൻ പറ്റില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയും, അവനങ്ങനെ ആരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് ഭയത്തോടെ ഭാര്യയെ സ്നേഹിക്കുന്നത് ശരിയല്ലല്ലോ, അത് അവൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വരണ്ടേ, അത് അങ്ങ് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറയും. മുത്തശ്ശിയപ്പം പറയുന്നുണ്ട്, നമ്മളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത്, കൊച്ചുമക്കളിൽ ആദ്യത്തെ കുഞ്ഞ് അഭിയുടേതാണ്, ഇനിയെങ്കിലും അവൻ നേരെ ചൊവ്വേ ജീവിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ കഷ്ടത്തിലാകുന്നത് നവ്യയുടെ ജീവിതമായിരിക്കും, അത് എല്ലാവർക്കും ഒരു സങ്കടം തരുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് കയറി വരുന്നത്. എവിടെ പോയതായിരുന്നു ദേവയാനി, പറഞ്ഞൊന്നുമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്തിനാ പ്രത്യേകിച്ച് ചോദിക്കാനിരിക്കുന്നത്, കയ്യിൽ കവറൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, ഷോപ്പിങ്ങിന് പോയിട്ട് വന്നതായിരിക്കും, അത് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പറയും. നേരത്തേന് ദേവയാനി അകത്തേക്ക് കയറി വന്നിട്ട് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്തി, അച്ഛാ വിഷു അല്ലേ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കുമാന്ന് പറഞ്ഞ് ഓരോ കവറെടുത്ത് കൈ കൊടുക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് ഉണ്ടല്ലോ ദേവയാനി, പിന്നെ നീ എന്തിനാ ഇതെല്ലാം മേടിച്ച് കൂട്ടുന്നെന്ന്, അതൊക്കെ ഒരു സന്തോഷമല്ല കാര്യമല്ല അച്ഛാന്ന് പറയും. അപ്പം മുത്തശ്ശി ചോദിക്കും, നീ ഞങ്ങൾക്ക് സാധനമൊക്കെ മേടിച്ച് തന്നു ശരിയാണ്, പക്ഷേ
പക്ഷെ നിൻ്റെ മരുമോക്ക് എന്താ മേടിച്ച് കൊടുത്തെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കും. മുഖമൊക്കെ മാറുന്ന പരുവത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയും, കണ്ടോ അതെന്താ അത് ചോദിച്ചപ്പോൾ നിൻ്റെ മുഖം അങ്ങോട്ട് മങ്ങിയത്, നിൻ്റെ മരുമോക്ക് നീ അല്ലാതെ പിന്നെ ആരെടുത്ത് കൊടുക്കും എന്നൊക്കെ ചോദിക്കും. അത് ആദർശ് എടുത്ത് കൊടുക്കുമല്ലോ. പിന്നെ ജയേട്ടനാണേലും അജയനാണേലും എന്തെങ്കിലും മേടിക്കുമ്പോൾ അവളെ മാറ്റി നിർത്താറേ ഇല്ല. അവരെല്ലാം മേടിച്ച് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ പിന്നെ ഞാനോട് മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. എന്നാലും നീ കൊടുക്കുന്നത്ര ആകുകയല്ലോ, ഇതൊന്നും കൊടുത്താൽ പോരാ, നീ ഏറെ വല്ലതൊക്കെ കൊടുക്കേണ്ടതാണ് നയനമോൾക്കെന്നും പറയുന്നുണ്ട്. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഞാനെന്തിനാ അവൾക്ക് ഇതൊക്കെ മേടിച്ച് കൊടുക്കുന്നത്? അവൾക്ക് ആദർശം മേടിച്ച് കൊടുത്തോളും. പിന്നെ ഞാനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് കരൾ തന്ന പെൺകുട്ടിയാണ്. അവൾ നാട്ടിലില്ലെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിക്കൊന്നും മേടിച്ച് കൊടുക്കാതിരുന്നത്. ഞാൻ വരെ കൊടുക്കുകയാണെങ്കിൽ അതിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ഇവക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നൊക്കെ ദേവയാനി പറയും. അന്നേരത്തേന് മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് വല്ലാതാവുന്നുണ്ട്. ഉടനെ അതിനി എന്തായാലും പോട്ടെ, നീ ചെല്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പറഞ്ഞു വിടും. അന്നേരത്തേന് ദേവയാനി അങ്ങ് കയറി പോകുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഈ സത്യം എന്തിനാ ദേവയാനിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്? അതിപ്പം ദേവയാനിയോട് തുറന്നു പറയേണ്ട സമയം കഴിഞ്ഞെന്ന്. അപ്പം മുത്തശ്ശി പറയും, വേണ്ട, ഇനി അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ഉള്ള സമാധാനവും കൂടെ പോകും, പിന്നെ അത് പല പ്രശ്നങ്ങൾക്കും തുടക്കമാകുകയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് ദേവയാനി സ്റ്റെപ്പിൻ്റെ മേളിൽ നിൽപ്പുണ്ടായിരുന്നു. ചിരി വരുന്നൊക്കെ ഉണ്ട് ദേവയാനിക്ക്. എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ദേവയാനി അകത്തേക്ക് അങ്ങ് കയറി പോകണം. കനക നവ്യയോട് പറയുന്നുണ്ട്, മോളെ ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അഭിയും മോളെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ നവ്യ പറയും, അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ്റെ സ്നേഹമൊക്കെ നമുക്കങ്ങനെ വിശ്വസിച്ച് ആഗ്രഹിക്കാനൊന്നും പറ്റുന്നതല്ല. അവൻ എന്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സ്നേഹമൊക്കെ അഭിനയിക്കുന്നത്. അവൻ്റെ അഭിനയമാണോ ഈ വരവെന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയും, എല്ലാവർക്കും ഉള്ള വിഷുക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയും. എന്തിനാ മോളെ ഇപ്പോൾ ആദർശ് അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതല്ലേ ഉള്ളൂ, അതിൻ്റെ കൂടെ എടുക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും. ഇതിപ്പം ഞാൻ എടുത്തതല്ല, അമ്മ എടുത്തു തന്നാന്ന് പറയും. എല്ലാവർക്കും ഉള്ളത് എടുത്തിട്ടുണ്ട്, നന്ദുവിനും ഒക്കെ ഉള്ളതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉള്ളതെന്നൊക്കെ പറഞ്ഞ് എടുത്ത് കൊടുക്കുന്ന ഉടനെ നോക്കട്ടെ, ഞാൻ എനിക്ക് കൊണ്ടുവന്ന ഏതൊക്കെയാണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കനക എടുത്ത് നോക്കും. പറയൂ, ഇതൊക്കെ ഒരുപാട് വിലയുള്ളതാണല്ലോ മോളെ, നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അന്നേരത്തേന് നയന പറയും, ശരിയാ, ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി. എന്നിട്ട് ഞാൻ ബില്ല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല, അമ്മ തന്നെയാണ് ഇതിനെല്ലാം ബില്ല് കൊടുത്തെന്ന് പറയും. കനകയ്ക്ക് 2 സാരിയാണ് കൊണ്ടിരുന്നത്. കനക അന്നേരം തിളങ്ങുന്ന സാരിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട്, നല്ല പളവളാന്ന് മിന്നുന്നല്ലോ, എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി മോളെ എന്നൊക്കെ പറയും. നവിയുടെ സാരി നവിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊക്കെയുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഉള്ളതാന്നൊക്കെ പറഞ്ഞ് അവർക്കും ഉള്ളതും കൈ കൊടുക്കുന്നുണ്ട് നയന. അമ്മായിമ്മയും മരുമോളോടെ ഇങ്ങനെ ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ നടക്കുന്നതൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകുകയില്ലേ എന്ന് നവിയെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ദൂരെയുള്ള സ്ഥലത്താണ് പോയി എന്ന് പറയും. അതെങ്ങനെയാണ് മോളെ, നിങ്ങളുടെ ജുവലറിയുടെ തൊട്ടടുത്ത് തന്നെയല്ലേ എല്ലാ വലിയ വലിയ തുണിക്കട ഇരിക്കുന്നത്, അപ്പം ജുവലറി മേടിക്കുന്നവർ തുണിക്കടയിലൂടെ കയറിക്കോട്ടെന്ന് വിചാരിച്ചായിരിക്കുമെന്ന് നവിയും പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള കടയിലൊന്നും കയറിയില്ല അമ്മയും, ഞങ്ങൾ ഇച്ചിരി കൂടെ ദൂരമായിട്ടുള്ള സ്ഥലത്താണ് പോയി മേടിച്ചുകൊണ്ട് വന്നെന്ന് പറയും. നന്ദു ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആനി ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം നന്ദു ഫോൺ എടുക്കത്തില്ല. കാരണം ഇങ്ങനെ ദേവയാനിയൊക്കെ ഉപദേശിച്ച കാര്യമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കുന്നില്ല. അപ്പോൾ അനി ഓർക്കുന്നുണ്ട്, എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തത്, വിഷു ആയതുകൊണ്ട് ചിലപ്പോൾ അവൾ തിരക്കിലായിരിക്കും, എന്നാലും സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാനായിട്ട് ഒന്നുകൂടെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാണ് ഒന്നുകൂടെ വിളിക്കുന്നത്. അന്നേരം അനിയുടെ ഫോണിലിട്ട് നോക്കിയിരിക്കുന്നതല്ലാതെ നന്ദു ആ ഫോൺ എടുക്കത്തില്ല. അപ്പോഴത്തേനും നന്ദുവിനും സങ്കടമുണ്ട് എടുക്കാതിരിക്കുന്നതിൽ. ആനി എന്നെ പറയും, എന്തായാലും അവൾ 2 പ്രാവശ്യം ഞാൻ വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് തിരിച്ച് വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നുണ്ട്. വൈകിട്ട് ഫംഗ്ഷന് കാണാമെന്ന് പറഞ്ഞാണല്ലോ അനി ഇരുന്നത്. വൈകിട്ട് അനി ചെല്ലുമ്പോഴത്തേന് കൂട്ടുകാരന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്ദു വന്നില്ലെന്ന് ചോദിക്കും. അതാ നീ അല്ലേടാ അവളെ വിളിച്ചത്, അത് കാരണം ഞങ്ങൾ വിളിച്ചില്ലായിരുന്നു പറയും. പക്ഷേ ഞാൻ വിളിച്ചിട്ട് അവൾ കോൾ എടുത്തില്ല എന്ന് പറയും. എന്നാൽ ഞാനൊന്ന് വിളിക്കാമെന്ന് പറയും. എന്നാൽ നീ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചേ അവളോട് വരുമോ എന്ന് ചോദിക്കാൻ പറയും. അന്നേരത്തേന് കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ഫോൺ എടുക്കും, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമായാലോ, അനി കയറി വന്നാലോ എന്നൊക്കെ പേടിച്ച് പെട്ടെന്ന് ഫോൺ എടുക്കും. നീ എന്താ അനി വിളിച്ചിട്ട് എടുക്കാഞ്ഞെന്നൊക്കെ ചോദിക്കും. എനിക്ക് സംസാരിക്കാൻ തോന്നിയില്ല എന്നൊക്കെ
നന്ദു പറയുന്നുണ്ട്. എന്നാലും നീ ഇന്ന് വരാമെന്ന് പറഞ്ഞതല്ലേ, എന്നാ വരുന്നില്ലെന്ന് ചോദിക്കും. ഞാൻ വരുന്നില്ലടാ, ഞാൻ വരത്തില്ല, ഇന്ന് ഞാൻ വരത്തേയില്ലെന്ന് പറയും. അതെങ്ങനെയാ ശരിയാന്നേ, അനി ഇവിടെ വന്ന് നിൽപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല ഞാൻ വരത്തില്ലെന്ന് അവനോട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട് നന്ദു. ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേന് അനി ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു അവളെന്ന്. ഉടനെ പറയും എന്തായാലും അവൾ വരത്തില്ലെന്നാണ് പറഞ്ഞെന്ന്. അതെന്താ അങ്ങനെ അവൾ പറഞ്ഞത്? എടാ അവൾ നല്ല രീതിയിൽ ഉപദേശമൊക്കെ കിട്ടി നിൽക്കുകയായിരിക്കും, എല്ലാവരും കൂടി അവളെ നടന്ന് ഉപദേശിക്കുകയല്ലേ, അതുകൊണ്ട് ആകെ കൺഫ്യൂഷനിലായിരിക്കും അവൾ, അതുകൊണ്ട് അവൾ വരാതിരുന്നത്, അല്ലെ അവൾ വരാതിരിക്കത്തൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ലടാ, എങ്ങനെയും അവളെ കാണണം, നീ ഇന്നാളത്തെ പോലെ കുറച്ച് മദ്യം കിട്ടുമോ എനിക്ക് കുടിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനി. എടാ നീ അങ്ങനെ അബദ്ധമൊന്നും കാണിക്കരുത്, നീ അങ്ങനെയൊക്കെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയേലേ, അത് നിങ്ങളുടെ കുടുംബത്തിനാകെ മോശമാകുകൊണ്ട് നീ ഇനി അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയും. രാത്രി ദേവയാനി നയനെ വിളിക്കുന്നുണ്ട്. മോള് വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല അമ്മ, കഴിക്കാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ, കഴിച്ചില്ല. അമ്മ കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല കഴിക്കണം എന്ന് പറയും. ആദർശ് വിളിച്ചായിരുന്നു ചോദിക്കും. ആദർശ് ഏട്ടൻ വിളിക്കേണ്ടതായിരുന്നു, പക്ഷേ ഇതുവരെ വിളിച്ചില്ല, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറയും. എന്തായാലും മോളെ ഞാൻ രാവിലെ അങ്ങ് വരാം കേട്ടോ, കൈനീട്ടം തരാനെന്ന് പറയും. അമ്മ എപ്പോഴാണ് വരുന്നത് നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ റെഡിയായിരിക്കാമെന്നൊക്കെ നയന പറയും. എന്നാൽ രാവിലെ കാണാം മോളെ എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് ഫോൺ വെക്കും. കനകയപ്പം നയനയോട് പറയുന്നുണ്ട്, മോളെ നീ ചെല്ലാഞ്ഞ കാരണം ദേവയാനിക്ക് നല്ല ആ വീട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ സങ്കടമായിരിക്കുമല്ലേ എന്ന്. അപ്പം നവ്യ പറയും കണി ഒരുക്കുന്ന കാര്യത്തിൽ ഇവള് മിടുക്കിയാണെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് എല്ലാവർക്കും ഒരു സങ്കടം കാണുമെന്ന്. പക്ഷേ ആ സമയത്തൊക്കെ നന്ദു ആകെ ടെൻഷനിലാണ്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ, ഇനി അനി എങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അനി അവിടെ ആണെങ്കിൽ കൂട്ടുകാരോട് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് അവളെ കണ്ടേ പറ്റത്തുള്ളൂ, അവൾ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ തൊട്ട് അവളെ കാണാനേ പറ്റത്തില്ല, ഇന്ന് രാത്രി തന്നെ എനിക്ക് അവളെ കാണണമെന്ന്. അതൊക്കെ നടക്കുന്ന കാര്യമാണോടെ, ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നൊന്ന് സംസാരിക്കാം, ഞങ്ങൾ കൂട്ടുകാരാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങോട്ട് ഇന്ന് കഴിയുമ്പോൾ അവളുടെ അമ്മയുടെ വായിരിക്കുന്ന മുഴുവൻ ഞങ്ങൾ കേൾക്കേണ്ടി വരും, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയും. ഞാനിവിടെ വരാമെന്ന് പറയും. വേണ്ട നീ വരണ്ട, നീ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് ഞങ്ങൾ പോയി അവളോട് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നിന്നോട് പറയാമെന്നൊക്കെ പറയും. നിങ്ങൾ എങ്ങനെയും അവളെ കൊണ്ടുവരണം, നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ കൂടെ കണ്ടിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനിയെ കൂട്ടുകാരെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആകെ അങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.